ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ള ഒരു വെണ്ടക്ക കറി തയ്യാറാക്കുന്നത് എങ്ങനെയെന്ന് കണ്ടു നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ സ്റ്റൗവിലേക്ക് കടായി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് നന്നായി ചൂടായി വരുമ്പോൾ അതിലേക്ക് 2 വറ്റൽമുളക് പൊട്ടിച്ചത് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ച വെണ്ടക്കയും കൂടെ ഇട്ട് കൊടുക്കുക. വെണ്ടക്ക കഴിയുന്നതിന് ശേഷം അതിൻ്റെ വെള്ളമയമൊക്കെ നന്നായിട്ടൊന്ന് തുടച്ച് കളഞ്ഞിട്ട് വേണം വെണ്ടക്ക കട്ട് ചെയ്ത് എണ്ണയിലേക്ക് ഇടാൻ വേണ്ടിയിട്ട്. അപ്പോൾ വെണ്ടയ്ക്ക ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കേണ്ടതുണ്ട്. അപ്പോൾ ഒന്ന് നന്നായി ഫ്രൈ ആയി വരുന്നവരെ ഇതിനെ വഴറ്റിക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. അതിന് നമ്മളിതിനെ ഒരു പ്ലേറ്റിലേക്ക് മാറ്റുക. അതുപോലെ തന്നെ എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ നമുക്ക് ഇത് ബാക്കിയും കൂടെ കണ്ടു നോക്കാം. അപ്പോൾ നമ്മുടെ വെണ്ടയ്ക്കൊക്കെ ഒന്ന് പ്ലേറ്റിലേക്ക് കോരി മാറ്റിയതിന് ശേഷം നമ്മളതിലുള്ള എണ്ണ ഒരു മൺചട്ടിയിലേക്കാണ് മാറ്റുന്നത്. അപ്പോൾ ഒരു മൺചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് അല്പം കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ട് കടുകിട്ട് പൊട്ടിച്ചു. അതിലേക്ക് അല്പം വെളുത്തുള്ളി, അതുപോലെ തന്നെ കുറച്ചധികം കൊച്ചുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ കറിവേപ്പ്. ഇത്രയും ചേർത്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ ഉള്ളിയുടെ ആ കളറൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് വഴറ്റിക്കൊണ്ടിരിക്കുക. അത് അല്പം ഗോൾഡൻ കളർ ആകുന്നവരെ ഒന്ന് വഴറ്റുക. നമ്മുടെ സവാളയൊക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ഒരു 1/2 ടീസ്പൂൺ സാമ്പാർ കായം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സാമ്പാർ കായം കൂടെ ചേർത്ത് കൊടുത്ത് ഒന്നുകൂടി മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഒരു മീഡിയം സൈസിലുള്ള തക്കാളി നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതും കൂടെ ഒഴിച്ചു കൊടുക്കുക. അല്പം വെള്ളം കൂടെ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളിയുടെ ആ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെയും അതിലെ വെള്ളമയൊക്കെ ഒന്ന് വറ്റി വരുന്നവരെയും നമ്മളിതിനെ ഒന്ന് ചെറുതായിട്ട് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ തക്കാളി ഒക്കെ ഒന്ന് നന്നായിട്ട് വഴറ്റി വരുമ്പോൾ നമ്മളതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ മുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ എരിവില്ലാത്ത മുളക് പൊടിയാണ്, അതുകൊണ്ടാണ് ഒരു 1.5 ടീസ്പൂൺ ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ അതും കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് വഴറ്റുക. നമ്മുടെ പൊടിയുടെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നവരെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് ഒരു നെല്ലിക്ക വലിപ്പത്തിലുള്ള പുളി പിഴിഞ്ഞ് ഒഴിച്ചു കൊടുക്കുക. അതും കൂടി ഒഴിച്ചു കൊടുത്ത് അതിനെ ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. പിന്നീട് നമുക്ക് ഇതിലേക്ക് വെള്ളം ചേർത്ത് കൊടുക്കണം. നമ്മൾ എത്രത്തോളം ഗ്രേവി വേണോ അതിനനുസരിച്ചിട്ടുള്ള വെള്ളം നമ്മൾ ചേർത്ത് കൊടുക്കുക. അതും കൂടി ചേർത്ത് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്യുക. അതുപോലെ തന്നെ നമ്മൾ ഇതുവരെ ഇതിലേക്ക് ഉപ്പ് ചേർത്തിട്ടില്ലായിരുന്നു. അപ്പോൾ നമ്മൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും ചേർത്ത് കൊടുത്ത് നമ്മൾ ഇതിനെ ഒന്ന് അടച്ച് വെച്ച് ഒന്ന് തിളപ്പിക്കാൻ വേണ്ടി വെക്കുക. അപ്പോൾ നമ്മളെ അരപ്പൊക്കെ ഒന്ന് നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മളെ വെണ്ടക്ക കൂടി ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ വെണ്ടക്ക കൂടി ഇട്ട് കൊടുത്ത് ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കുക. അപ്പോൾ വെണ്ടക്ക നന്നായിട്ട് ഒരു വെന്ത് ഇതാണ് നമ്മൾ വറുത്തെടുക്കുമ്പം. അപ്പോൾ അധികം വേവൊന്നും വേണ്ട. അപ്പോൾ ഒന്ന് നന്നായിട്ട് തിളച്ചാൽ മാത്രം മതി. അപ്പം നമ്മുടെ വെണ്ടക്ക കറിയൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ ലാസ്റ്റായിട്ട് അല്പം ശർക്കരയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമ്മുടെ എരിവും പുളിയൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് അല്പം ശർക്കര കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. അപ്പം നമ്മുടെ വളരെയധികം ടേസ്റ്റി ആയിട്ടുള്ളത് വെണ്ടക്ക കറി റെഡിയായി. ഒരു നല്ലൊരു വീഡിയോ ആയിട്ട് നാളെ വരാം.